ഇന്ന് കുറച്ച് പച്ചയായ സത്യം പറയാനാട്ടോ വന്നത്. കുറച്ച് പഴുത്താലും കുഴപ്പമില്ല, പറയാതിരിക്കാൻ വയ്യ. വെണ്ടയ്ക്ക പറിക്കാൻ വന്ന ഞാനാണ്. കണ്ടില്ലേ, ഞങ്ങൾ കൃഷിയിൽ മികച്ചതാവാൻ ആഗ്രഹിക്കാത്ത കുറച്ച് ആൾക്കാരെ കൈയോടെ പൊക്കി ബ്ലഡിക്കാക്ക് എല്ലാ ഇലയിലും കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് വയറിളക്കമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വെണ്ടയ്ക്ക പറിക്കാൻ വന്നപ്പോൾ വെണ്ടയ്ക്കയിൽ പോലും അത് തിരഞ്ഞെടുത്ത് അതിലും കൂടെ കാഷ്ടിച്ച് വെച്ചേക്കാണ്. ഇതിനൊക്കെ ജട്ടി തച്ചിട്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. ഇനി വെണ്ടയ്ക്ക വേണ്ട, പക്ഷേ ഈ ഇലയൊക്കെ ഇനി എങ്ങനെ തേച്ച് കഴുകുമോ എന്നോ എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ വെണ്ടയ്ക്കയുടെ ആഗ്രഹം ഉപേക്ഷിച്ചു. ഈ പ്രാവശ്യം നമുക്ക് കൂടുതൽ വിളവ് കിട്ടിയത് നമ്മുടെ പാവയ്ക്കയിൽ നിന്നാണ് കേട്ടോ. കണ്ടില്ലേ പൂക്കൾ, അതുപോലെ ശരിക്കും കായ്കളും വന്നിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ കായ്കളാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് പാവയ്ക്ക വെച്ച് തീയലെല്ലാം കണ്ടില്ലേ, എന്ത് വലിപ്പമുള്ള പാവയ്ക്കയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണേ, ഞാൻ അയച്ചു തരുന്നതാണ്. ഈ ഒരു പാവയ്ക്ക മാത്രമല്ല കേട്ടോ, വേറെ 2 പാവയ്ക്ക കൂടെ വന്നിട്ടുണ്ട്. അത് വെച്ചാണ് ഇപ്രാവശ്യം ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ നീളം കാണും, എൻ്റെ വെർലിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വെച്ചാണ് ഇപ്രാവശ്യം ഉപ്പേരി. അതിൻ്റെ ഇപ്പുറത്തേക്ക് പഴുത്ത പാവയ്ക്കയിലെ വിത്തുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ.